എടാ ഹുസേനെ, കുറെ ആയില്ലോ നമുക്ക് റീൽ എടുത്തിട്ട്. നമുക്കൊരു റീൽസ് എടുത്താലോ? റീൽസ് ഒന്നും എടുക്കണം. നമുക്ക് ഓണത്തിന് സദ്യ എങ്ങനെ ഉണ്ടാക്കിയാലേ? റീൽസ് ഒന്നും വേണ്ട, സദ്യ ഉണ്ടാക്കിയാൽ മതി. സദ്യക്ക് വെക്കാം, പക്ഷെ ആര് വെക്കും? ഞാനില്ല. ഞാനല്ലാതെ പിന്നെ ആര്? 500 പേർക്ക് ഫുഡ് വെച്ചിട്ട് കൊടുത്തുള്ള ഞാനാ. പിന്നെ ഈ 10 പേർക്ക് ഫുഡ് വെക്കുന്ന കാര്യം നിസ്സാരം. എന്നാ സാധനം മേടിക്കാൻ ലിസ്റ്റ് ഇടാൻ പേന പേപ്പർ എടുത്ത് കൊടുക്കും. അരി ബസുമതി. ആ ബസ്മതി, അത് മതി. ബസ്മതിയാ? ഓണത്തിന് ബിരിയാണിയാണ് വെക്കണത്, സദ്യയല്ലേ? ആ സദ്യയല്ലേ? അപ്പൊ മട്ടേരി 10 പേരില്ലേ? 10 പേർക്ക് 10 കിലോ അരി പോരെ? അത് പോരെ? 10 കിലോ അരി. രഞ്ജിത്തടാ 10 കിലോ അരിയോ? 20-25 എഴുതി. ഇനി തികഞ്ഞില്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നം കേട്ടോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 23 കിലോ അരി. വേസ്റ്റ് ആവരുത്. 10 പേർക്ക് 10 കിലോ, 25 കിലോ, 23 കിലോ, എന്തെങ്കിലും കാണിക്കി. എന്നാ പിന്നെ വെണ്ടയ്ക്ക 10 കിലോ, ചേന ഒരു 10 കിലോ, ബീട്രൂട്ട് ഒരു 10 കിലോ, ക്യാരറ്റ് ഒരു 10 കിലോ, പച്ചമുളക് ഒരു 10 കിലോ. 10 പേർക്കല്ലേ? പച്ചമുളക് 10 കിലോ, മത്തങ്ങ ഒരു 10 കിലോ, കുമ്പളങ്ങ 10 കിലോ, പപ്പടം ഒരു 20 കെട്ട് ഇരിക്കട്ടെ പോരെ? രഞ്ജിത്തട്ടാ 20 കേട്ടോ, തമാശ കളിക്കല്ലേ. നിങ്ങൾ കൂട്ടി എഴുതി 25 എഴുതി. ആ ശരിയാ, എന്നാ പിന്നെ കുറയണ്ട, ഒരു 23 ഇരിക്കട്ടല്ലേ? ഒരു 23 കെട്ട് പപ്പടം. പപ്പടം 20 കെട്ട്, 23 കെട്ട്, 25 കെട്ട്. എന്താ ഇത്? എന്തെങ്കിലും കാണിക്കി. ആ എന്തു പറഞ്ഞാലും എടാ ഹുസനെ, അറിയാവുന്നവര് നോക്ക്. സാമ്പാർ വെക്കണല്ലേ? നല്ല ആളാട്ടോ ഇങ്ങോട്ട്. കായ എവിടെ? കായം എത്ര കിലോ വേണം? അയ്യോ മറന്ന്, കായല്ലേ? കായ ഒരു 1.5 കിലോ എഴുതിക്കാം. 1.5 കിലോയോ? രഞ്ജിത്തേട്ടാ തമാശ കളിക്കല്. 10 പേരുണ്ട്, നിങ്ങൾ 2-2.5 കിലോ എഴുതി. എടാ ലിസ്റ്റിങ് തന്നെ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 1.25 കിലോ കായം. അപ്പൊ കായം 10 പേർക്ക് 1.5, 1.25, 2.5. എന്തെങ്കിലും കാണിക്കി. ഒരു കാര്യം ഞാൻ പറയാ, തികഞ്ഞാ മതി. Mata nih gue, Pak.